ഹലോ, നമുക്ക് ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ? ഒരു കിലോ വരുന്ന ചിക്കൻ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ആദ്യം വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ ഞാൻ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് എല്ലൊക്കെ മാറ്റി ഫ്ലഷ് മാത്രമാക്കി എടുക്കാം. വലിയ 2 പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടറ്റോൻ്റെ സ്കിന്ന് കളഞ്ഞ് അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. നമുക്കിനി മസാല പ്രിപ്പയർ ചെയ്യാം. പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ടായി വരുമ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒനിയൻ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാനിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് സ്പൈസസ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. സ്പൈസസ് ഇട്ട് നല്ലവണ്ണം സോട്ട് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കാം. മസാല ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ വേവിച്ചിട്ടുള്ള ഗ്രേവിയില്ലേ, ആ ഗ്രേവി ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ആ ഗ്രേവി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചായിരുന്നു, അതുകൊണ്ടാണ് ഇത് ഇത്രയും തിക്കായിട്ടിരിക്കുന്നത്. ഗ്രേവി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്കത് ഡ്രൈ ആക്കി എടുക്കാം. ഡ്രൈ ആയതിനു ശേഷം നമുക്കത് കൂൾ ചെയ്യാൻ വെക്കാം. ചിക്കൻ കൂളായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് എടുക്കാം. മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ അത് ഷേപ്പാക്കി എടുക്കണം. ഞാനിവിടെ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ ക്ലിം ഫിലിം വെച്ച് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് പുള്ള് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. ഷേപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ പിന്നെ നീളത്തിലുള്ള ഒരു ഷേപ്പും കൂടി ആക്കി എടുക്കുന്നുണ്ട്. അത് സമൂസ ഷീറ്റിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാനാണ്. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കണം. അതിന് ഞാൻ ബ്രെഡ് എടുത്ത് മിക്സിയിൽ പൊടിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി സെറ്റ് ചെയ്യാം. ഒരു ഡിപ്പ് റെഡിയാക്കി വെക്കണം. അതിനായി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പാൽ ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി അതും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പാലെടുത്തിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടുള്ളത്. വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം. ബാറ്റർ ഒത്തിരി ലൂസാവാനും പാടില്ല, ഒത്തിരി ടൈറ്റ് ആവാനും പാടില്ല. ആ ഒരു രീതിയിലെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി എടുക്കാം. ഔട്ടർ ഷെല്ല് നല്ലപോലെ തിക്കായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി അതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുക.
വീണ്ടും ഇതേപോലെ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ മുക്കിക്കഴിഞ്ഞാൽ നല്ല തിക്ക് ഷെല്ലും കിട്ടും, നല്ല ക്രിസ്പി ആയിരിക്കും. ഇതുപോലെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി ആരും ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് കിട്ടും. സ്റ്റോർ ചെയ്യേണ്ടവർക്ക് ഇത് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. താങ്ക് യു.